ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നിങ്ങൾക്കൊരു ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ടുള്ള ഒരു ചേഞ്ച് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പം എൻ്റെ വീട്ടിലാണുള്ളത്, നാട്ടിലാണുള്ളത്. അപ്പം ഈ ഒരു കുറച്ച് ആഴ്ചേൻ്റെ ഉള്ളിൽ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ ലൈഫിൽ വന്നൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെയാണ് ഈ വീഡിയോയിൽ. അപ്പം ഞാനത് ഫുള്ളായിട്ട് വീഡിയോ ചെയ്തോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഫുള്ളായിട്ടുള്ള ആ ഒരു മൊമെൻറ്റ്സ് ഒന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. അപ്പം ഞാൻ ഈ ഒരു വീഡിയോൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തൊക്കെയാണ് ഉണ്ടായെന്നുള്ളതും കാര്യങ്ങളൊക്കെ പറയാം. ഒഫീഷ്യലി എനിക്ക് ഈ ജോലി സംബന്ധമായിട്ട് ചേഞ്ചസും എൻ്റെ ജോലിയിലാണെങ്കിലും എനിക്കിപ്പം ജോലിയില്ല. അപ്പം അതൊക്കെ എന്താണ് നടന്നത് എന്നുള്ളതും അതേപോലെ തന്നെ പെട്ടെന്നുള്ളൊരു ഡിസിഷൻ എന്തുകൊണ്ട് നാട്ടിലേക്ക് വന്ന അങ്ങനെ ഒരു എല്ലാത്തിനും കുറച്ച് കുറച്ച് വീഡിയോസ് എടുത്തിട്ട് ഞാൻ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ട് ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അതിനുശേഷം നമുക്ക് വേറെ വീഡിയോയിലേക്ക് അല്ലെങ്കിൽ വേറെ അപ്ഡേറ്റ്സും കാര്യത്തിലേക്കും പോവാം. എനിക്ക് ഉറപ്പാണ് ബാക്ക്ഗ്രൗണ്ടിൽ വീട്ടിൽ നിന്നുള്ള സംസാരം പിന്നെ പപ്പ ടി വി കാണുന്നതൊക്കെ ഉണ്ടാകും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞാൻ അതൊക്കെ ആലോചിച്ച് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴൊന്നും ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ എനിക്ക് വളരെ വൃത്തികെട്ട ഒരു മാസമാണ്. എനിക്ക് എന്നല്ല, എൻ്റെ ഫാമിലിക്ക് മൊത്തത്തിൽ. സെപ്റ്റംബർ എനിക്ക് തോന്നുന്നു സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റത്തെ വീക്ക് തന്നെ, ആ വീക്ക് കഴിഞ്ഞ് ഒരു ബുധനാഴ്ച, ഞാൻ ഈ വീഡിയോ കൂടെ വെക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ബുധനാഴ്ച പെട്ടെന്നൊരു ദിവസം ഞങ്ങൾ CHRO ഉണ്ട്, മിസ്റ്റർ വാച്ചുത്തി എന്നാണ് പേര്. അപ്പം യൂഷ്വലി ആളാണ് ഞാൻ എൻ്റെ സ്റ്റോറി തുടങ്ങാൻ. ഞാൻ നിർവാണയിൽ ഞാൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ടാണ് ജോയിൻ ചെയ്തിട്ടുണ്ടായത്. മാർക്കറ്റിങ്ങിൽ ഒരു 6 months അല്ലെങ്കിൽ 5 months 6 monthsൻ്റെ ഇടയിൽ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് എനിക്ക് ഭയങ്കര പ്രഷറായിരുന്നു. പിന്നെ മിച്ചു ആണെങ്കിലും സ്കൂളിൽ 6 മണി വരെ ഇരുന്ന് എനിക്ക് എങ്ങനെയാണെങ്കിലും 6 മണിക്കൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മാനേജർ ആണെങ്കിൽ രാത്രിയാണെങ്കിലും കറക്ഷൻസും ഈ ബ്രോഷേഴ്സ് ചെക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് രാത്രിയും രാവിലെയും പകലും ഫോൺ എടുത്തില്ലെങ്കിൽ പ്രശ്നം, എടുത്താൽ പ്രശ്നം, അങ്ങനെ കുറേ കാര്യങ്ങൾ വന്ന സമയത്ത് എനിക്ക് പ്രഷർ താങ്ങുന്നില്ലായിരുന്നു. ഇൻറ്റേർണൽ ആണെങ്കിലും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പ്രഷറും ഒക്കെ ആയ സമയത്ത് ഞാൻ ഡിസൈഡ് ചെയ്തു. പിന്നെ ഞാൻ വെച്ചിട്ട് കുറച്ച് സൈലൻ്റായിട്ട് മിണ്ടാണ്ട് ഇരിക്കുമായിരുന്നു. ലാസ്റ്റ് ഞാൻ ഭയങ്കരമായിട്ട് ബേസ്റ്റായി. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് എൻ്റെ CHRO എൻ്റെ അടുത്ത് പറഞ്ഞു, ഓക്കെ നീ റിസൈൻ ചെയ്ത് പോകാനുള്ള റീസൺ ഇതാണെന്നാണെങ്കിൽ ആളെൻ്റെ നേരിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. സംസാരിച്ചു. ഇങ്ങനെയാണെങ്കിൽ റിസൈൻ ചെയ്തോളൂ, ഐ കോൾ യു ബാക്ക് എന്നൊക്കെ പറഞ്ഞു. അത് എനിക്ക് തോന്നുന്നു 3 days കഴിഞ്ഞതിന് ശേഷം അവർ എൻക്വയറി ചെയ്തു എന്നെ പറ്റിയിട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർക്കും എൻ്റെ ഭാഗത്ത് ജെന്യുവൻ ആണ് എന്ന് തോന്നിയതുകൊണ്ടും പിന്നെ എനിക്കൊരു ഇൻഫ്ലുവൻസർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുകൊണ്ടും എൻ്റെ അടുത്ത് രണ്ടാമതും വിളിച്ചിട്ട് പറഞ്ഞു, നിനക്ക് എവിടെ വേണമെങ്കിലും ഈ ഒരു നിർവ്വാണൻ്റെ കീഴിലുള്ള എവിടെ വേണമെങ്കിലും നീ ചൂസ് ചെയ്യുന്ന അവിടെ ഞാൻ നിന്നെ ആക്കിത്തരും. പക്ഷേ ഇവിടെ HR ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഒരു ഓപ്പണിംഗ് ഉണ്ട്, ഇഫ് യു ഡോണ്ട് മൈൻഡ് യു ക്യാൻ കം എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. ഞാൻ MBA ചെയ്തതാണ്. അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു HR എന്നുള്ളൊരു സംഭവം. അതിനെക്കാട്ടുപരി എൻ്റെ ഹസ്ബൻഡിനാണെങ്കിലും ഭയങ്കര ഇൻട്രസ്റ്റ്. ഞാൻ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ബേസിക്കലി HR എന്ന് പറയാൻ കുറച്ച് പേരുണ്ട്. HR കയറിയപ്പം ഐ വാസ് സോ ഹാപ്പി. കുറേ റെസ്പെക്റ്റഡ് ഉള്ളൊരു പൊസിഷനാണ് HR കയറുക എന്ന് പറയുന്നത്. അപ്പോൾ സ്മൂത്ത്ലി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിൽക്കുകയാണ് ഈ സെപ്റ്റംബറിൽ. വെനസ്ഡേ ആണ് എമറാത്തി വുമൻസ് ഡേ. ഞാനാണ് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ HR അതായത് എംപ്ലോയി എൻഗേജ്മെൻറ്റ് മൊത്തത്തിൽ ചെയ്യുന്ന ഞാനായിരുന്നു. അപ്പം ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ കീഴിൽ വരുന്നതാണ് എംപ്ലോയി എൻഗേജ്മെൻറ്റ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്യാം. അപ്പം ഞാൻ അതിനൊക്കെ അപ്രൂവൽ എടുത്തു. അന്ന് ആ എംപ്ലോയി എൻഗേജ്മെൻറ്റിന് എമറാത്തി വുമൻസ് ഡേ നടക്കുന്ന അന്നാണ്. രാവിലെ നമ്മൾ ഒബ്വിയസ്ലി നമ്മൾ CHRO ആണ് എന്തിനു വരിക, സംസാരിക്കാൻ വേണ്ടിയിട്ട് വരിക. പക്ഷെ അന്ന് സാറ് വന്നില്ല. സാറ് ഭയങ്കര തിരക്കായിരുന്നു. അപ്പം തന്നെ നമുക്ക് എന്താ അത് ഇങ്ങനെ എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ആളിങ്ങനെ HR ഡിപ്പാർട്ട്മെൻറ്റിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട്. അപ്പോഴേ ഞാൻ പറഞ്ഞു, എനിക്കൊരു നെഗറ്റീവ് വൈബ് അടിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
അത് കഴിഞ്ഞ് പെട്ടെന്ന് നമ്മളെ ടീമിലുള്ള ഒരാൾ വന്നിട്ട് പറഞ്ഞു, ഈ നമ്മൾ ബോസ് എന്നാണ് വിളിക്കുക, ബോസിൻ്റെ റൂമിലേക്ക് പെട്ടെന്ന് എല്ലാവരും HR ഡിപ്പാർട്ട്മെൻറ്റിലുള്ള എല്ലാവരും അവിടേക്ക് എത്താൻ പറഞ്ഞു. ഞങ്ങൾ നമ്മളെല്ലാവരും നമുക്കൊരു എന്തോ ഒരു സാധനം വരുന്നുണ്ട് എന്നറിയാം. ആൾ വന്നിട്ട് പറഞ്ഞു എൻ്റെ ലാസ്റ്റ് ഡേ ആണെന്ന്. വി വർ ഓൾ ഷോക്ക്ഡ്. നമ്മുടെ ഒരു എന്താ പറയുക, നമ്മൾ ഫാദർലി ഫിഗറാണ്, HR ടീമിൻ്റെ ഒരു ഹെഡാണ് പോണത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ ആൾ റിസൈൻ ചെയ്യാമെന്ന് നമ്മളടുത്തൊക്കെ പറഞ്ഞ് നിർത്തുകയാണ് എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. ബട്ട് ഇറ്റ് വാസ് ഡ്യൂ ടു റീസ്ട്രക്ചറിങ്, റിട്ടൻഡൻസി പെർമിനേഷൻ ആണെന്ന് നമ്മൾ പിന്നെ അറിഞ്ഞു. അപ്പം അതിൻ്റെ ബാക്കി ഇപ്പം കാണാം. ഇപ്പോൾ ഉച്ചയ്ക്ക് ബ്രേക്കാണ്, ഞാൻ അൽഖലീദിയ മോളിലേക്ക് പോവുകയാണ്. ആക്ച്വലി കുറച്ച് ദിവസമായിട്ട് ഓഫീസിലൊരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് CHRO, ചീഫ് HR ഓഫീസർ മിസ്റ്റർ പാച്ചിത്തി, ആളാണ് എന്നെ ഈ ഒരു പൊസിഷനിലേക്ക് ഞാൻ മാർക്കറ്റിംഗിൽ നിന്ന് തന്നെ ഇങ്ങോട്ടേക്ക് എടുത്തത്. ആള് പോവുകയാണ്, നിർത്തിയിട്ട് റിസൈൻ ചെയ്ത് പോവുകയാണ്. അപ്പം എനിക്ക് ആൾക്ക് എന്തെങ്കിലും കൊടുക്കണം, എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്കണം എന്ന് എനിക്കുണ്ട്. അപ്പം ഞാൻ ഖലീദിയ മോളിലേക്ക് പോവാണ്. പിന്നെ ഞാൻ എൻ്റെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് പോലെ കൊടുക്കുകയാണ്. ഭയങ്കര സങ്കടമുണ്ട്. ആള് പോവാന്ന് പറഞ്ഞ് ഞങ്ങൾക്കൊരു ഐഡിയ ഇല്ലായിരുന്നു ഇന്ന് ലാസ്റ്റ് ഡേ ആണെന്നോ ഒന്നും അറിയില്ലായിരുന്നു. ആളൊരു ഐഡിയയും തന്നിട്ടില്ല. ഇന്ന് എമറാത്തി വുമൻസ് ഡേൻ്റെ ഇടയിൽ കൂടി ഞങ്ങൾ ശരിക്കും ആളാണ് വന്ന് സംസാരിക്കേണ്ടത്, പക്ഷെ ആൾ സംസാരിക്കാൻ വന്നില്ല. അപ്പോഴേ എന്തോ ഒരു ഡൗട്ട് തോന്നി, പക്ഷേ റിസൈൻ ചെയ്തു. ഒരു ഐഡിയ ഇല്ലായിരുന്നു ആളിങ്ങനെ റിസൈൻ ചെയ്യുന്നുള്ളത്. കാരണം ആൾ തരുന്ന ഒരു സപ്പോർട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ മൊത്തം HR ടീമിനാണെങ്കിലും ഭയങ്കര പറയാൻ വേണ്ടി പറ്റാത്ത അത്രയ്ക്കും ഒരു സപ്പോർട്ടാണ്. ആള് ഒരു C-ലെവൽ എക്സിക്യൂട്ടീവാണ്, C-ലെവൽ എംപ്ലോയിയാണ്. പക്ഷെ എന്നാൽ പോലും നമ്മളെ പോലുള്ള സാധാരണ മീൻസ് ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജിലുള്ള എന്നെ പോലുള്ള ആൾക്കാർക്കൊക്കെ ഡയറക്റ്റ് അവിടെ പോയി ചെന്ന് സംസാരിക്കാനാണെങ്കിലും, ഞാനാണെങ്കിൽ ഡയറക്റ്റ് ആളെടുത്താണ്, എനിക്കൊരു ലൈൻ മാനേജർ ഉണ്ട് എന്നാണെങ്കിൽ പോലും ഞാൻ ആളെടുത്താണ് പോയിട്ട് അധികം ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ എനിക്കൊരു ഭയങ്കര ഫ്രണ്ട്ലി. അത് കൂടാണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ആൾ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ എന്നെ എൻകറേജ് ചെയ്യും എപ്പോഴാണെങ്കിലും ശരി. അതുകൂടാണ്ട് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും എൻ്റെ അടുത്ത് പറയും, ഇവിടുത്തെ നമ്മളെ കമ്പനീനെ പറ്റിയിട്ടൊക്കെ നീ ചെയ്യണം, എല്ലാവരിലേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. എപ്പം കണ്ടാലും ഒരു എന്താ പറയുക, ഒരു നമ്മളെ കൂടെ ഉള്ള ഒരാളെ പോലത്തെ ഒരു ഫീലിംഗ് എനിക്ക് ഉണ്ടാവല്. അപ്പം ഇന്നാണ് ലാസ്റ്റ് ഡേന്ന് ഇന്നാണ് ഞങ്ങൾ അറിയണം അങ്ങനെ പോവുകയാണ് എന്ന് പോലും. അപ്പം എനിക്ക് അങ്ങനെ എന്താ പറയുക, ഒന്നും നമ്മളൊരു സെൻഡ് ഓഫ് പോലും കൊടുക്കാണ്ട് അങ്ങനെ പോകുന്നത് എനിക്ക് ഭയങ്കര സങ്കടം. അപ്പം അതുകൊണ്ട് ഞാൻ പോയിട്ട് കുറച്ച് എന്തെങ്കിലും എന്ത് കൊടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ എൻ്റെ മൈൻഡിലൊരു സാധനമുണ്ട്, അത് ഞാൻ കൊടുക്കും. കാരണം ഞാൻ റിസൈൻ ചെയ്ത് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്ന പോലും എനിക്ക് അറിയില്ലായിരുന്നു. മിഥുന് 3 മാസം ഇത് പണിയില്ലാണ്ട് ഇരുന്നിട്ടുണ്ട്. ആ സമയത്ത് അത്രയും എന്നെ സ്ട്രഗിൾ ചെയ്തിട്ടും ഞാൻ റിസൈൻ ചെയ്തപ്പം എന്ത് ചെയ്യുമെന്ന് അറിയാണ്ട് നിൽക്കുമ്പോൾ എൻ്റെ അടുത്ത് നീ റിസൈൻ ചെയ്ത് പോവരുത്, നിന്നെ ഈ കമ്പനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു പൊസിഷൻ തന്ന ഒരാളാണ്. അപ്പം ആള് പോകുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അത് ഭയങ്കര നന്ദികേടായിപ്പോൾ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ 1 hour ബ്രേക്കിൽ ഞാൻ പോയിട്ട് എന്തെങ്കിലും ഒന്ന് നോക്കട്ടെ. അങ്ങനെ ഒരു വിഷമമുള്ള ദിവസമായിരുന്നു. അതിൽ നിന്നിട്ട് നമുക്ക് എന്താ പഠിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും ശാശ്വതമല്ല, ഒക്കെ ഇത്രയേ ഉള്ളൂ ആരായാലും. എസ്പെഷ്യലി കോർപ്പറേറ്റിൽ
നമ്മൾ എന്തൊക്കെ നമ്മുടെ തലവത്തന നിന്ന് ചെയ്താലും എൻഡ് ഓഫ് ദി ഡേ അവർക്ക് വേണ്ടാ തോന്നി അവരുടെ അടുത്ത് വലിച്ചെറിയും. നമുക്ക് എനിക്കാണെങ്കിലും നമ്മൾ ഫുൾ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മൊത്തത്തിൽ നമ്മളിനി എവിടെ നിന്നാണ് തുടങ്ങേണ്ടത്. ഇവൻ ഞാനാണെങ്കിലും കുറേ അപ്രൂവൽസ് ഓൾറെഡി എടുത്ത് വെച്ചതാണ്, കുറേ പെൻഡിങ് ഉണ്ട്. ഇനി എവിടെ നിന്നാണ് തുടങ്ങേണ്ടത് എന്താണെന്നും അറിയില്ല. അതിൻ്റെ ഇടയിൽ തന്നെ ഇത് വെനസ്ഡേ നടക്കുന്നത്, തേഴ്സ്ഡേ ഫ്രൈഡേ ഒക്കെ വി വർ സ്ട്രഗ്ലിങ്. ഓൾസോ കുറേ പേര് അപ്പോഴും കുറേ ഡയറക്ടേഴ്സ് കുറേ പേര് അപ്പം തന്നെ റിമൂവ് ചെയ്യുന്നുണ്ട്. ഷോർട്ട് നോട്ടീസാണ്. ഈവൻ ഇപ്പം ഇത് നടക്കുന്നതിൻ്റെ ഒരു 1 month ബിഫോർ ആണെങ്കിലും ശരി, 1 month ആയിട്ടേ ഹയർ ചെയ്തിട്ടുള്ളൂ, അപ്പം തന്നെ ആൾക്കാർ പിരിച്ചു വിടുന്നുണ്ട്. വി ആർ ഓൾസോ സോ കൺഫ്യൂസ്ഡ്. എന്താണ് ഇവരെ ഒഴിവാക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ, എന്ത് നോക്കിയിട്ട് ഇവർ ഒഴിവാക്കുന്നതൊന്നും നമുക്കും അറിയത്തില്ല. അങ്ങനെയൊക്കെ തേഴ്സ്ഡേ കഴിഞ്ഞു, ഫ്രൈഡേ കഴിഞ്ഞു. ഞങ്ങൾ ഭയങ്കര ഡൗൺ ആയിരുന്നു. ഈവൻ തേഴ്സ്ഡേ ഫ്രൈഡേ ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ CHRO കഴിഞ്ഞ അടുത്ത ഹെഡ് നമ്മളെ അടുത്ത് പറഞ്ഞു ഒരു മീറ്റിംഗ് ഉണ്ട്, പുതിയ ഏജൻസി വരികയാണ്, ഏറ്റെടുക്കുകയാണ്, HR ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തത്തിൽ എന്താ നടക്കാമെന്നും അറിയത്തില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നെക്സ്റ്റ് മൺഡേ നമ്മളടുത്ത് പറഞ്ഞു ഇപ്പം നമ്മൾ ടെർമിനേറ്റ് ആയി പോയ CHRO വരുന്നുണ്ട്, അപ്പോൾ വി വർ ഓൾ വെയിറ്റിംഗ് ആളെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു 3:45-4 മണിയായപ്പം അവിടെ മൊത്തത്തിൽ ഒരു ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തത്തിൽ ഭയങ്കര സൈലൻറ്റ്, അല്ലെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് സാധനം വരുന്നു എന്നുള്ളൊരു വൈബ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വേറൊരു റിസപ്ഷനിസ്റ്റ്, പിന്നെ അതേപോലെ തന്നെ 2-3 പേര് ഓൾറെഡി നമുക്കറിയാം അവർ പോവാണ് എന്നുള്ളത്, പ്രിപ്പയർഡ് ആണ് എന്നുള്ളത്. ഒരു 4 o'clock ആയപ്പോൾ എൻ്റെ കോൾ വന്നു. അതായത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു കുട്ടി വന്നിട്ട് പറഞ്ഞു, സിമി ഒന്ന് CHRO ഇല്ല അവിടെ, നമ്മൾ വജുതി ഇല്ല, ബോസ് ഇല്ല, പക്ഷെ ആ ക്യാബിനിലേക്ക് ഒന്ന് വരുമോ. ഞാൻ പോകുമ്പോൾ തന്നെ എൻ്റെ ലൈൻ മാനേജർ, എൻ്റെ കൊളീഗ് ഉണ്ട്, 2 പേരുടെ അടുത്തും പറഞ്ഞു ഇറ്റ്സ് മൈ ടേൺ, ഞാൻ പോവുകയാണ് എന്നുള്ളത്, ഐ എം ഡൺ എന്നുള്ളത് പറഞ്ഞു. ഞാൻ നേരെ പോയി. അവരെനിക്ക് പേപ്പർ തന്നു. ഇറ്റ്സ് എ റിട്ടൺ ടെൻസി, ഇറ്റ്സ് നോട്ട് ടെർമിനേഷൻ, ഇറ്റ്സ് എ റിട്ടൺ ടെൻസി ഡ്യൂ ടു റീസ്ട്രക്ചറിൻ്റെ ഭാഗമായിട്ട് you have to leave. And the funniest thing is that was immediate. എല്ലാവർക്കും അങ്ങനെ കൊടുത്ത, ഈവൻ ബോസിൻ്റെ ആണെങ്കിലും ഇമ്മീഡിയറ്റ് അന്ന് തന്നെ ആൾ പോയി. ആളൊരു 4 o'clock ആകുമ്പോഴേക്കും ആൾ പോയി. അപ്പോൾ എനിക്ക് ആകെ വെരി ഷോർട്ട് ടൈം, എനിക്ക് ഒരു 4 പറഞ്ഞാൽ 5-6 hours എനിക്ക് സബ്മിറ്റ് ചെയ്യണം. പിന്നെ ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ആരൊക്കെ കണ്ടിട്ട് ആരോടൊക്കെ പറയാനുണ്ട്, മീറ്റ് ചെയ്യണം, എനിക്ക് അറിയുന്നില്ല. കുറേ പേര് അന്നത്തെ ദിവസം ഞാൻ വിട്ടുപോയി. പിന്നെ സബ്മിറ്റ് ചെയ്യാനുണ്ട് ലാപ്ടോപ്പ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ. പക്ഷേ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാനായിരിക്കും. കാരണം ഈ CHROൻ്റെ കെയർ ഓഫ് ഇൻ സെൻസ് ആൾ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ വന്നത്, ഞാൻ HR വന്നത്. അപ്പം ഏറ്റവും ലീസ്റ്റ് എക്സ്പീരിയൻസ്ഡ് ഞാനാണ്. കൂടാതെ നമ്മളെ HR ഡിപ്പാർട്ട്മെൻറ്റിൽ മൊത്തത്തിൽ വേറൊരു ഏജൻസി ഏറ്റെടുക്കുകയാണ്. അപ്പം എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ പേര് വരാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളത്. ഞാൻ രാവിലെ പറയുന്നുണ്ട്, ഇഫ് അറ്റ് ഓൾ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് പോകണമെങ്കിൽ അത് ഞാനായിരിക്കും, ഐ എം സോ പ്രിപ്പയർഡ് എന്നുള്ളത്. എൻ്റെ ഫണ്ണിയസ്റ്റ് തിങ് ഇസ്, ഞാൻ പറഞ്ഞു എൻ്റെ ബോസ് വന്ന്, അപ്പം ഞാൻ ഓൾറെഡി ട്രെയിനിങ് കുറേ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2 ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് സൈൻ ചെയ്ത് കിട്ടേണ്ടത് ബോസിൻ്റെ അടുത്ത് നിന്ന്. ബോസ് ഓൾറെഡി പോയി. പക്ഷെ ആൾ ജസ്റ്റ് അന്നത്തെ ദിവസം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ബോസ് ഞാനും പോയി, എനിക്കും ഇത് കിട്ടി, റിട്ടൻഡൻസി കിട്ടി, അപ്പോൾ ഈ സർട്ടിഫിക്കറ്റ് ഒന്ന് സൈൻ ചെയ്ത് തന്നേന്ന് പറഞ്ഞു. ബോസ് സൈൻ ചെയ്ത് തന്നു. ഐ വാസ് വെരി നോർമൽ. ഐ വാസ് ലൈക്ക്, ബോസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ കൂടുതൽ ഹാപ്പി ആയിട്ട് എന്ന് തോന്നുന്നത് എന്നുള്ളത്. മേ ബി ഞാൻ പ്രിപ്പയർഡ് ആയിരുന്നു, ഇങ്ങനെ നടക്കുന്നുണ്ട്, ഇത്രയും പേരെ പണി പോകുമ്പം എനിക്കും പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം. പിന്നെ നമ്മുടെ തലവര നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര കൂളായിട്ടായിരുന്നു ഉണ്ടായത്. ഈ എൻ്റെ CHRO പോയ അന്ന് മുതൽ നമുക്ക് പേഴ്സണലി നമ്മളെ പേഴ്സണൽ ലൈഫിൽ തന്നെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിരുന്നു. ഒന്നാമത് മെൻ്റലി ഞാൻ ഭയങ്കര വീക്ക് ആവാൻ വേണ്ടി. കാരണം ഐ ഹാവ് ദിസ്
ഇൻഡ്യൂഷനൊക്കെ ഞാനായിരിക്കാം നെക്സ്റ്റ് ഇനി ഇങ്ങനെ വരികയാണെങ്കിൽ എന്നുള്ളതൊക്കെ എൻ്റെ തലയിലുള്ളതിനെ കൊണ്ടായിരിക്കാം. സ്ട്രെസ് ഉണ്ട്, അത് കൂടാണ്ട് കുറേ കാര്യങ്ങളുള്ളത് കൊണ്ട് തന്നെ എനിക്ക് ഫാമിലിയിലാണെങ്കിൽ ഫോക്കസ് ചെയ്യുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ മൺഡേ റിട്ടൻഡൻസീസ് ഇത് കിട്ടിയതും ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആളാകെ ചോദിച്ചത് നമുക്ക് സെറ്റിൽമെൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഓഫ് കോഴ്സ് അതൊക്കെ അവർ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്, കാരണം 1 year അതിനെ കൊണ്ട് കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് പാൻട്രിയിലുള്ള ചേച്ചിമാരൊക്കെ വിട്ടുപോയി. പക്ഷേ എനിക്ക് എന്താണെങ്കിലും 2 ദിവസം അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഓഫീസിലേക്ക് വരണം, കാരണം സൈൻ ചെയ്ത് കൊടുക്കാമെന്ന് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാനും ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ അതുവരെയാണ് കഥ. അപ്പം അതിനുശേഷം ഞാൻ പോണ ദിവസം മിച്ചുനും കൂട്ടിയിട്ടാണ് പോയിട്ടുള്ളത്. From signal, I'll know. ഇന്ന് കൂട്ടി പോയതിൻ്റെ വീഡിയോ ഇപ്പം നിങ്ങൾ കണ്ടല്ലോ. പക്ഷെ അന്ന് നമ്മളുണ്ടല്ലോ, നമ്മൾ ഇത്രയും കാലം കൂടെ വർക്ക് ചെയ്തു, നമ്മൾ എല്ലാ ദിവസത്തെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടെന്നാണെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് പുറം രാജ്യത്തൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ വൺസ് റിസൈൻ ചെയ്തു പിന്നെ തിരിച്ച് നമ്മൾ പോണ സമയത്ത് നമ്മളെ അടുത്ത് അത്രയും കാലം ഉണ്ടായ ആ ഒരു അറ്റാച്ച്മെൻറ്റും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല. പ്രത്യേകിച്ച് ഞാൻ പോയ ദിവസം യൂഷ്വലി നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പം കൂടുതൽ ആൾക്കാർ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നമ്മളൊന്ന് പുറത്തേക്ക് നിർത്തിയിട്ടൊക്കെ സംസാരിക്കും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തോന്നും. എനിക്ക് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോയപ്പം എവ്രി വൺ വേ സിറ്റിംഗ് ഓൺ ദെയർ ഓൺ പ്ലേസ്, അവിടെ തന്നെ ഇരുന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും സംസാരിച്ചു എന്നല്ലാണ്ട് എനിക്ക് എന്തോ ഒരു സംതിങ് ഇസ് മിസ്സിങ്. മേ ബി ഞാൻ അവിടെ നിന്ന് പോയതുകൊണ്ടായിരിക്കാം കാര്യങ്ങളൊന്നും അധികം ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റാത്തതിനെ കൊണ്ട്, ബട്ട് സം കൈൻഡ് ഓഫ് വൈബ് വാസ് മിസ്സിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാവരോടും കണ്ടു, സംസാരിച്ചതിന് ശേഷം ഞാൻ പോയി. അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തില്ല. ഞാൻ എവിടെ നിന്നോ വെച്ചിട്ട് എൻ്റെ റിലേ അങ്ങോട്ട് കട്ടായിപ്പോയി. അപ്പം അങ്ങനെയാണ് ഉണ്ടായത്. അപ്പോൾ എനിക്ക് ഫൈനൽ സെറ്റിൽമെൻറ്റും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടി. അപ്പോൾ ജോലിയുടെ കാര്യത്തിൽ ഒരു വ്യവസ്ഥയായി. പക്ഷെ എനിക്ക് വിത്തിൻ 1 or 2 ഡേയ്സിനുള്ളിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കമ്പനിയിൽ തന്നെ, അതിന് മുന്നേ ആയിട്ട് തന്നെ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു കമ്പനി. അവരിങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം കുഴപ്പമൊന്നുമില്ല, ഐ ക്യാൻ മാനേജ്. അപ്പോൾ അത് പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ ഒരു കമ്പനിയിൽ. സോ ഐ എം ഹാപ്പി. വലിയൊരു ഹെവി ഫീലിംഗ് ഇല്ല, ഈ ജോലി ഇല്ല എന്നുള്ളൊരു സാധനമില്ല. പിന്നെ ഞാൻ നോക്കുന്നുണ്ട് നല്ല കമ്പനി എന്നിട്ട് വരികയാണെങ്കിൽ ഐ ഗോ. അപ്പോൾ അങ്ങനെയാണ് ഇതുവരെയുള്ള അവസ്ഥ. ജോലി വിട്ടിട്ട് ഇപ്പോൾ ഒരു 1 week കഴിയാനായി. അപ്പം ഓണമായിരുന്നു, എല്ലാവർക്കും അറിയാം, ഓണമൊക്കെ നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആരുടെടുത്തും അങ്ങനെ ജോലീൻ്റെ കാര്യമൊന്നും നമ്മൾ ആരുടെടുത്തും ഡിസ്കസ് ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. ജോലിക്ക് പോകാമെന്നുള്ളതിൽ തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പം അങ്ങനെ നിൽക്കുകയാണ്. നമ്മൾ അജ്മാനിലേക്ക് പോയി. അജ്മാനിലാണ് ഓണം ആഘോഷിക്കുന്നത്. കാരണം സുബീഷ് ചേട്ടനും വിദേശം വിളിച്ചു. പിന്നെ ഞാൻ ഓണത്തിൻ്റെ അധികം വീഡിയോസും കാര്യങ്ങളും എടുക്കാത്തത് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ കുട്ടികളൊക്കെ കുറച്ച് വലിയ 9th ഉം 10th മീൻസ് 9th പഠിക്കുന്നത്. പിന്നെ അവർക്ക് വീഡിയോയിൽ വരാനും കുറച്ചൊരു ഇഷ്ടക്കേടും കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ ഫോഴ്സ്ഫുള്ളി അല്ലെങ്കിൽ ഇഷ്ടമില്ലാണ്ട് ഒരു വീഡിയോയിൽ അവരെ ഇൻവോൾവ് ചെയ്യുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ ദിവസം ഒന്നും വ്ളോഗ് ചെയ്തിട്ടൊന്നുമില്ല. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ മുന്നിൽ കാണിച്ചു എന്നുള്ളൂ.
ആകെ മിഥുന് മാത്രമാണ് ഒരു മുണ്ട് വാങ്ങിച്ചത്. അതുകൊണ്ട് ഞങ്ങളിപ്പം വേറൊരു മൾബറി എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റാഗ്രാം പേജ് കണ്ടിട്ടുണ്ട്, അവിടേക്ക് പോവുകയാണ് ഇപ്പം. ഓക്കെ, വീട്ടിൽ പോവാണ് ഞങ്ങൾ. അതിന്റെ മുന്നേ ആയി ദുബായിലേക്ക് പോകുന്ന സമയത്ത് എല്ലാ ഒമ്പിനും കിട്ടില്ല അല്ലേ. ഞങ്ങളിപ്പം എഡ്നോക്ക് പമ്പിലെത്തി. ദുബായിക്ക് പോകുമ്പോൾ നമുക്ക് സാലിക്ക് അടിക്കണം, അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാ. പിന്നെ പെട്രോൾ അടിക്കാണ്ട് പെട്രോൾ അടിച്ചു. പിന്നെന്താ, എയർ ചെക്ക് ചെയ്യണം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നമ്മൾ പോകും. ഇനിയിപ്പം എത്ര 1 hour എങ്ങനെ കാണിക്കും, 1.5 hours ഉണ്ട് അജ്മാനിലേക്ക്. നമ്മൾ അജ്മാനിലേക്കാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഓണക്കോടി വാങ്ങാൻ വേണ്ടി പോയി. ഇറ്റ് വാസ് നൈസ്. ഫാമിലിയൊക്കെ ആയിട്ട് വളരെ നല്ലതായിരുന്നു. അപ്പം പിള്ളേർക്ക് പ്രത്യേകിച്ച് കുറച്ച് ഫൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് അത് പോയി. പക്ഷെ എനിക്ക് പേഴ്സണലി ഇപ്പം ഞാനും ഹസ്ബൻഡായിട്ടാണെങ്കിലും ശരി, ഫിസിക്കലി നൈസ് ആ 2 ദിവസം നല്ലതായിരുന്നു. നമ്മൾ പുറത്തുനിന്നാണ് ഫുഡ് കഴിക്കാൻ പുറത്ത് പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായത്. അങ്ങനെ ഓണം നല്ലോണം കഴിഞ്ഞു. നെക്സ്റ്റ് ഡേ ഓണം കഴിഞ്ഞ് മൺഡേ എനിക്ക് സത്യത്തിൽ എനിക്ക് വീട്ടിൽ പോകണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് പേഴ്സണൽ റീസൺസ് കൊണ്ട് എനിക്ക് നാട്ടിലേക്ക് വരേണ്ടി വന്നു. ഞാനിപ്പോൾ നാട്ടിലാണുള്ളത്. മൺഡേ നൈറ്റ് ഞാൻ അബുദാബി, ഞാനും മിച്ചും മാത്രമാണുള്ളത്. ഞാനും മിച്ചും കൂടി അബുദാബി എയർപോർട്ടിൽ നിന്ന് കുറ്റും പെറുക്കി ഇവിടേക്ക് വന്നു, കാലിക്കറ്റിലേക്ക് വന്നു. അപ്പം കാലിക്കറ്റിലാണുള്ളത്. അപ്പം ഇതുവരെയാണ് എൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല, പ്രത്യേകിച്ച് അങ്ങനെ ഒരു മൂഡും കാര്യമൊന്നും ഇല്ലായിരുന്നു. ഇപ്പം എനിക്ക് തോന്നി കുറച്ച് അപ്ഡേഷൻസ് തരണം എന്നുള്ളത്. ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് കുഴപ്പമില്ലാണ്ട് ഞാൻ സ്റ്റോറീസൊക്കെ ഇട്ടിട്ട് ആക്റ്റീവാണ്. അപ്പോൾ ഇതുവരെയാണ് എൻ്റെ ഒരു അപ്ഡേഷൻ. അപ്പോൾ ഇനി വേറെ വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരുന്നതാണ്. കോഴിക്കോട് സ്പെഷ്യൽ വീഡിയോ ആയിട്ട്. അതിൻ്റെ ഇടയിൽ ഞാനൊന്ന് ഹെയർ ഒന്ന് കട്ട് ചെയ്തു. കാരണം നിങ്ങൾ ഓണത്തിൻ്റെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായി, തെറ്റത്തെ ഭാഗത്തൊക്കെ ഭയങ്കര അന്ന് ചെയ്ത ഹെയർ ഇങ്ങനെ സ്ട്രെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം ഫുള്ള് കട്ട് ചെയ്തിട്ട് പോയതിനെ കൊണ്ട് തന്നെ ഹെയർ ഈസ് സോ ഹെൽത്തി. ഇവിടെയൊക്കെ നോക്ക്, ഭയങ്കര ഹെൽത്തി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഫ്രണ്ടിൽ കുറച്ച് ലെയേഴ്സ് മാത്രമേ അടിച്ചിട്ടുള്ളൂ. പിന്നെ ആ സ്ട്രെയിറ്റ് ഹെയർസൊക്കെ കട്ട് ചെയ്തു. സോ മൈ ഹെയർ ഈസ് സോ ഹെൽത്തി. ഇപ്പം ഞാൻ നന്നായിട്ട് ഹെയറും സ്കിന്നും ഒക്കെ നോക്കുന്നുണ്ട്. കാണുന്നില്ലേ മാറ്റം? അത്രേ ഉള്ളൂ. അപ്പം ഞാൻ വേറെ വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ബൈ.